സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാനത്ത് കുറെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും ഹോം സെക്രട്ടറിയും ഉണ്ടെന്നും അവർ ഒരു പണിയും ചെയ്യില്ലെന്നും ഹൈക്കോടതിയുടെ പരിഹാസം. DGP ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ഹാജരാകാനും കോടതി ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അതിരൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. എന്തിന് ഇത്രയേറെ ഉദ്യോഗസ്ഥർ എന്ന ചോദ്യം ഒറ്റ സ്വരത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? രാഖി, DGP ശ്രീജിത്ത് നേരത്തെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ ക്ലീൻ ചിറ്റ് ആയിരുന്നു നൽകിയത്. അത് ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ ഉത്തരവൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. ഇതിലാണ് ഇന്ന് ഹൈക്കോടതി അതിനിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള മിൻഹാജ് ആലം ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാനായിട്ടാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വാക്കാൽ ചില അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് എന്തോ കുഴപ്പം ഈ ഉദ്യോഗസ്ഥനുണ്ട്, കുറെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും ഹോം സെക്രട്ടറിയും ഉണ്ട്, പക്ഷേ ഇവരാരും തന്നെ ഒരു പണിയും എടുക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പരിഹാസ രൂപേണയുള്ള വിമർശനം. എന്തായാലും മിൻഹാജ് ആലം ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. ഒപ്പം തന്നെ ഈ ഉത്തരവ് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ള ചോദ്യത്തിന് വിശദമായിട്ടുള്ള മറുപടി നൽകണമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹൈക്കോടതിയിൽ ആഭ്യന്തര വകുപ്പ് ഉന്നയിച്ചത് തങ്ങൾക്ക് കുറച്ച് സാവകാശം വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ സാവകാശം വേണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. പകരമാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നേരിട്ട് തന്നെ ഹാജരായി വിശദീകരണം നൽകണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി അതിനിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ ഈ DGP ആക്കിയ സംഭവത്തിൽ, അതായത് ADGP ആയിരുന്ന ശ്രീജിത്തിനെ DGP ആക്കി സ്ഥാനക്കയറ്റം നൽകിയതിലടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ സാധാരണ രീതിയിൽ വെരിഫിക്കേഷനൊക്കെ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ വിജിലൻസിന്റെ ഒരു റെക്കോർഡ് ഇക്കാര്യത്തിൽ വേണം. പക്ഷെ അതൊന്നും തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ഹൈക്കോടതി ചോദ്യമായിട്ട് ഉന്നയിച്ചത്. എന്തായാലും മിൻഹാജ് ആലം നേരിട്ട് ഹാജരാകുന്ന വേളയിൽ എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു കാലതാമസം വരുത്തുന്നത്, അതിന്റെ ആ പരാതിന്മേൽ എന്താണ് തീരുമാനം എടുക്കാത്തത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള മറുപടി നൽകണം. രാഖി, എന്തായാലും സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി ഇന്ന് വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് കുറേയധികം അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും ഹോം സെക്രട്ടറിമാരും ഉണ്ട്, അവർ ഒരു പണിയും ചെയ്യില്ല എന്നാണ് ഹൈക്കോടതി പരിഹസിച്ചത്.